കേരളത്തിലെ സിനിമ രംഗത്തും സാഹിത്യ രംഗത്തും വളരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ ജെ. അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം വളരെ ഉന്നതമായ ഒരു പാരമ്പര്യമാണ്. സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട പാട്ടുകളൊക്കെ രചിച്ച് നമ്മുടെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് IAS ഒക്കെ കിട്ടി. എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും IAS കിട്ടി. കേരളത്തിലെ ചീഫ് സെക്രട്ടറി റാങ്ക് വരെ എത്തി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇന്ന് വരെയും റിട്ടയർ ചെയ്തിട്ട് 10-15 വർഷമായി. ഇന്ന് വരെയും അദ്ദേഹം ഒരു ലാവണമില്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ചിലർക്ക് എങ്ങനെയാണ്, സിഗരറ്റ് വലിക്കുന്നവർക്ക് സിഗരറ്റില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ അധികാരത്തിന്റെ സുഖം നിറഞ്ഞവർക്ക് പിന്നെ അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് വരികയും, അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് വൃത്തികെട്ട രീതിക്ക് നമ്മൾ താന്നു പോകുന്ന ഒരു ഇതിലോട്ടും കൂടെ പോകും. അത് ഇപ്പോഴും കഴുത്തിലിട്ടയ്ക്കുന്ന ആ കോളറാണെങ്കിൽ തീരെയും വൃത്തികെട്ട ഒരു കോളറാണ് ഇട്ടയ്ക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് കയറിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. ദേവസ്വം ബോർഡ് ചീഫ് സെക്രട്ടറിയുടെ എത്രയോ താഴെയാണ് ദേവസ്വം സെക്രട്ടറി വരുന്നത്, ദേവസ്വം വകുപ്പ് സെക്രട്ടറി വരുന്നത്. അതിനേക്കാളും എത്രയോ താഴെയാണ് ദേവസ്വം സെക്രട്ടറി വരുന്നത്. ആ സെക്രട്ടറിക്കാളും താഴെ വരുന്ന ഒരു പോസ്റ്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന സാധനം. പിന്നെ ഇയാൾക്ക് അയ്യപ്പനെ സേവിക്കാൻ വേണ്ടി മുട്ടികൊണ്ടാണോ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമല്ല. IMGയുടെ ഡയറക്ടറായിട്ടിരിക്കുമ്പോഴത്തേക്കാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്. അതായത് രാഷ്ട്രീയ യജമാനന്മാരെ ഏത് രീതിയിലും സേവിക്കാൻ വേണ്ടി എന്ത് വൃത്തികെട്ട പണിക്കും പോകുന്ന, സ്വന്തം പേരിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വന്തം അച്ഛൻ്റെയും ഒക്കെ പേര് കളയുന്ന രീതിക്ക് എന്തിനാണ് ഇയാൾ ഈ ഒരു പണിക്ക് പോയതെന്ന് ഇയാളെ ഇതിനകത്ത് കയറ്റിവിട്ടപ്പോഴേ എനിക്ക് തോന്നിയത്. കാര്യം കള്ളം വാസുവും പപ്പനും വെള്ളയാണി പപ്പനും ഒക്കെ ഇരുന്ന ആ പോസ്റ്റിലോട്ടാണ് ഇദ്ദേഹം പോണത്. മനസ്സിലാക്കുക, എന്തുമാത്രം താഴ്ന്ന ലെവലിലോട്ടാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു, അയ്യപ്പനെ സേവിക്കാൻ വേണ്ടിയിട്ട് ത്വരയോടെ ഓടുന്നെന്ന് വിചാരിച്ചു. ഇങ്ങേര് പിന്നെ മലയാളം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതും അവിടെ സ്ഥലം എടുത്തതും അതിൻ്റെ പുറകിലുള്ള കുന്നായ്മകളും കുറെ വേറെ കിടപ്പും. IMG ഡയറക്ടറായിട്ട് ഇരിക്കെ ഈ പോസ്റ്റിലോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരു IAS ഓഫീസർ കൊടുത്ത പെറ്റീഷൻ വേറൊന്ന് കോടതി കിടപ്പും. ഇതൊന്നും വകവയ്ക്കാതെയാണ് ഈ പുന്നാര മോൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിട്ട് പോകും. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒന്നുമില്ലെങ്കിൽ വയസ്സുകാലത്തെങ്കിലും ശകലം ബോധം വയ്ക്കും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു. ഇയാളെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമം, അതായത് പിണറായിയുടെ നക്കിയതിന്റെ റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തപ്പോഴത്തേക്ക് 1.5 ലക്ഷത്തിന്റെ കട്ടലിക്കൊണ്ട് കിടത്തി യജമാനെ. വസ്തുതാപരമായി അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ലെങ്കിലും ഓഡിറ്ററുടെ കുഴപ്പം കൊണ്ടല്ലെങ്കിലും എന്തോ തെറ്റായ പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നന്ദഭജൻസിന് പൈസ കൊടുത്തു 8 ലക്ഷം രൂപ. അവരവിടെ വന്നിട്ടില്ല. ഇതൊക്കെ വസ്തുതാപരമായ പെശകുകളാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ. അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ലാന്ന് ഞാൻ എടുത്തു പറയുന്നു. ഹീസ് എ പ്രൊഫഷണൽ. അയാൾക്ക് കിട്ടിയ മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ റിപ്പോർട്ടിനകത്ത് വസ്തുതാപരമായ പെശകുകൾ ഞങ്ങളുടെ നോട്ടക്കുറവ് കൊണ്ട് വന്നിട്ടുണ്ട്. അത് പരിഹരിക്കും. എന്തായാലും താഴെ പറയുന്ന കാര്യങ്ങളിലാണ് ഒരു വ്യക്തത ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന്, കഴിഞ്ഞ ബോർഡ്, ഈ പ്രശാന്തിന്റെ പ്രസിഡന്റ്ഷിപ്പിലുള്ള ബോർഡ്, ഇത് എനിക്ക് തോന്നുന്നത് ഈ IIICയുമായിട്ട് MOU ഒപ്പിട്ടതിന് ശേഷവും ആ എമൗണ്ട് 4.99 കോടി രൂപയായി ഇതിന്റെ ചെലവുകൾ നിജപ്പെടുത്തണം എന്ന് അന്നത്തെ ബോർഡ് ഒരു തീരുമാനമെടുത്തിരുന്നു. ബോർഡിൽ അന്ന് ഒരു മീറ്റിംഗിൽ ഒരു തീരുമാനമെടുത്തു. നാണമില്ലയോ? നല്ല പട്ടിക്കാണെങ്കിൽ, ഒരു നല്ല പട്ടിയാണെങ്കിൽ, നല്ല ബ്രീഡുള്ള പട്ടിയാണെങ്കിൽ അത് ചില ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കൂ. നാടൻ പട്ടികൾ എല്ലാ ഭക്ഷണവും കഴിക്കും, പക്ഷെ നല്ല ബ്രീഡുള്ള പട്ടികൾ എല്ലാ ഭക്ഷണവും കഴിക്കത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് ഹൈക്കോടതിയിൽ കൊടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് ചില തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയി എന്നുള്ളതാണ്. അത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരുന്ന വിദ്വാനാണ് തെറ്റും കുറ്റവും പറ്റിപ്പോകുന്നത്. അല്ലാതെ 7ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞിട്ട് നടക്കുന്ന പപ്പുവിനെ പോലുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ വാസുവിനെ പോലുള്ളവർക്കോ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും പോട്ടെന്ന് വയ്ക്കാം. ഇയാൾ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. എന്നിട്ട് പറയുന്ന പേരെന്താ? അത് ഓഡിറ്റർക്ക് നൽകിയ വിവരങ്ങൾ, ഓഡിറ്റർമാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് ശരിയായില്ല. പിന്നെ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ പുഴുങ്ങാനാണോ സാറേ നിങ്ങളെ എങ്ങോട്ട് അയച്ചത്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഓല
നിങ്ങൾ കൊടുക്കുന്ന മുൻ ചീഫ് സെക്രട്ടറി കൊടുക്കുന്ന ഓല കാണുമ്പോഴത്തേക്ക് എണീറ്റ് നിന്ന് തൊഴുതിട്ട് വാങ്ങിക്കുന്ന രണ്ട് ഉണ്ണാക്കന്മാരാണോ ഹൈക്കോടതിയിൽ ജഡ്ജിമാരായിട്ട് ഇരിക്കുന്നതെന്നാണോ താൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പറ്റിച്ച് ദേവലോകത്ത് പോയി അയ്യപ്പനെയും പറ്റിച്ചിട്ട് താനൊക്കെ എവിടെ പോയോടോ രക്ഷപ്പെടാൻ പോകുന്നത്? ദേഹത്തുനിന്ന് ഓരോരോ പുഴുക്കളായിട്ട് ഉഴുന്ന് വിഴുന്ന് നിങ്ങളെയൊക്കെ ജീവിതം അവസാനിക്കും. അയ്യപ്പനെ തൊട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ഭാസ്കരൻ നായർക്കൊക്കെ ഉണ്ടായ വിവരം എന്താണെന്ന് അദ്ദേഹത്തിന്റെ വീട്ടുകാരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ശബരിമല അയ്യപ്പന്റെ പൈസയോ അല്ലെങ്കിൽ അയ്യപ്പനെയോ തൊട്ടവർക്കൊക്കെ സംഭവിച്ചിട്ടുള്ളതെല്ലാം ഇയാൾക്ക് നല്ലോണം അറിയാന്നുള്ളതാണ്. കവിത എഴുതിക്കൊണ്ടൊന്നും ഇത് മാറില്ല. പണ്ട് ഒരു ഫ്രൈസിൽ പറഞ്ഞ മാതിരി അറേബ്യൻ ലോകത്തിലുള്ള മുഴുവൻ സുഗന്ധങ്ങളും കൊണ്ട് തന്നെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ താൻ ഉണ്ടാക്കിയ നാണക്കേട് എപ്പോഴെങ്കിലും മാറുമോ മാഷേ? നിങ്ങൾ ഈ ഹൈക്കോടതി ജഡ്ജിയെ ഈ ദേവസ്വം ബോർഡ് പ്രശാന്തും എല്ലാം കൂടെ ചെയ്തു വെച്ച ഈ വേലയ്ക്ക് നിങ്ങൾ കള്ളക്കണക്കുണ്ടാക്കി ഈ ഹൈക്കോടതി ജഡ്ജിമാരെ പറ്റിക്കാൻ പോയതിൻ്റെ ആ നാണക്കേട് നിങ്ങൾ കുടുംബത്തിന്റെ എത്ര തലമുറ പുറകോട്ടും എത്ര തലമുറ പിന്നോട്ടും പോകുമെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെയൊക്കെ കൊച്ചുമക്കളെയൊക്കെ പറ്റി പറയുന്നത് ഇങ്ങനെയായിരിക്കും. മറ്റേ ജയകുമാറിന്റെ കൊച്ചുമോനാന്ന് പറയും. ഏത് ജയകുമാർ? മറ്റേ ശബരിമലയിൽ കള്ളം പറഞ്ഞില്ലേ ജയകുമാർ, അയാളെ കൊച്ചുമോനാന്ന് പറയും. ഒരു 4 തലമുറ ഇപ്പുറത്തോട്ടും ഒരു 4 തലമുറ മുന്നോട്ടും പറയും. ആ കിഷൻ നായരെ മറ്റേ ജയകുമാറിന്റെ അച്ഛനാന്ന് പറയും. ഏത് ജയകുമാർ? മറ്റേ ജയകുമാറിന്റെ അച്ഛനാന്ന് പറയും. എന്തിനാണ് നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്ക് പോയത്? വയസ്സുകാലത്ത് നായ്ക്ക് നരയ്ക്കും പോലെ നരച്ചില്ലേ? ഇനി വീട്ടിൽ ചെന്ന് ഇരുന്നൂടെ? അധികാരത്തിൽ ഇരുന്ന് ദ്രവിച്ചില്ലേ? ശബരിമല അയ്യപ്പനോടാണ് കളി. കാണാം നമുക്ക്.